കുരിശാലച്ചൻ, ഫോർമർ പ്രിൻസിപ്പൽ കെ കോളേജ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതധാരയിലേക്ക് നമ്മളെ എല്ലാ ഊർജ്ജവും തന്നുകൊണ്ട് സ്വീകരിച്ച ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കളരിക്കലച്ചൻ, ഞങ്ങൾ സിബിച്ചൻ എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഷൈയു സാർ, നിങ്ങളുടെ NSS പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, ഇനി നിങ്ങളെ വിദ്യാർത്ഥികളെ എന്ന് പറയുന്നത് ശരിയല്ല, അധ്യാപകരായി മാറി. ഇല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ മാറണം. 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ആദ്യം 1 മാസത്തെ ട്രെയിനിങ് നടത്തിയില്ലേ? ഞാൻ ഓർക്കുകയാണ്, ഞാൻ കോഴിക്കോടാണ് B.Ed പ്രാക്ടീസ് ടീച്ചിങ്ങിന്. B.Ed കോഴിക്കോടാണ് പഠിച്ചത്. നമ്മളിവിടെ ദേവഗിരി കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്കൊരു നല്ല ഓർമ്മയാണ്. അവിടെയല്ല പഠിച്ചത്, ഈ കോഴിക്കോട് B.Ed സെൻറ്ററിലാണ് പഠിച്ചത്. തളിയിലാണ് B.Ed പ്രാക്ടീസ് ചെയ്തത്. B.Ed പ്രാക്ടീസ് 1.5 മാസം കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പം എല്ലാവരുടെയും കൈക്ക് ഫുൾ കൈയായി, ഫുൾ സ്ലീവ്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഫുൾ സ്ലീവാണ്. അധ്യാപകനായപ്പോണ്ടായ ഒരു ചെറിയ മാറ്റം അതുവരെ ഹാഫ് സ്ലീവായിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എന്തോ ഫുൾ സ്ലീവ് 2 ഷർട്ട് തയ്പ്പിച്ചു. പിന്നെ അത് മാറ്റാൻ തോന്നിയിട്ടില്ല. അതിങ്ങനെ അച്ഛൻ ഒരു അധ്യാപനത്തിൻ്റെ ഒരു ഗമയ്ക്കിരിക്കാൻ അങ്ങനെ വെച്ചതാട്ടോ. അതുകൊണ്ട് അതാണ് ഒരു മാറ്റം, ഞാനത് പറയാം. അപ്പം അച്ഛൻ പറഞ്ഞ അധ്യാപകരെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയില്ലെന്ന്. പക്ഷെ പഠിച്ചേ മതിയാവും കേട്ടോ, പഠിക്കാതിരിക്കാൻ പറ്റിയില്ല. അത് പഠിപ്പിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചേ മതിയാവും. ദോസ് ഹു ക്യാൻ ഡു, ദോസ് ഹു കാൺട്ട് ടീച്ച്, അതാണ് ഒരു പഴയ പ്രമാണം. മനസ്സിലായോ? അപ്പോൾ ഒന്നും ചെയ്യലാത്തവരാ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഒരു പഴച്ചലുണ്ട്. അതൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. നമ്മളിപ്പം പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് ജോലിയിലായി. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ ക്ഷീണമൊക്കെ ഇപ്പോൾ മാറി. എല്ലാം നല്ല എനർജി. അച്ഛൻ്റെ കരിക്കലാണ് അതിൻ്റെ ഊർജം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സ്നേഹം നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ വളർത്തും. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് 2:45 ഈ ചൂടിൻ്റെ കീഴേ ഇരുന്ന പതുക്കെ എന്നോട് ഇനി വാ എന്ന് പറയേണ്ട സമയമായി. ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. സന്തോഷം. ആക്ഷനിലൊന്നുമില്ല, എല്ലാവരും വളരെ ആക്റ്റീവാണ്. പിന്നെ ഒരു കാര്യം, ചാരികസാര കിട്ടുന്നത് ചില പ്രശ്നമുണ്ട്. നമ്മുടെ ഈ നട്ടല് നേരെ ഇരിക്കുന്നതാണ് നമ്മുടെ ഊർജ്ജം കൂടുതൽ പ്രവഹിക്കാൻ നല്ലത്. അപ്പോൾ സർക്കാർ ചാരി ഇരുന്നു, ഇടയ്ക്ക് ഞാനൊന്ന് നോർത്തൊക്കെ ഇരുത്തുവേ, മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, കുറച്ച് സമയമേ ഉള്ളൂ. അതെ ഓൾഡ് ഈസ് ഗോൾഡ്. ഞാൻ താഴെ വന്നപ്പോൾ ഒരു കറങ്ങുന്ന കസേര അച്ഛൻ്റെ കണ്ടു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഒത്തിരി തള്ളാന്നല്ല കേട്ടോ, ചില കാര്യമൊക്കെ പറയുവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരും വേറൊരു വികാരം വരുന്നുണ്ട്. ഞാൻ എൻ്റെ മൂത്ത മോൻ ഇപ്പം MCA ഫൈനലിലാണ് വന്നത്. അപ്പോൾ അവന് 22 വയസ്സായി. അവനൊരു 7 വയസ്സുള്ളപ്പം അത് 3 പേരെ എനിക്ക് പിള്ളേർ. ഈ 3 പേരെ ഇവിടെ ഇതിലൂടെ ഈ ജീവധാരയുടെ ഈ വഴിയോടെ അങ്ങ് പോകുമ്പോൾ ഒരു പുലരിക്കുന്നതിലൊരു ഇറങ്ങിറങ്ങുന്നിടത്തൊരു സ്വിമ്മിംഗ് പൂള്. അപ്പം ഞാൻ അവിടെ സ്വിമ്മിങ് പരിശീലിപ്പിക്കാൻ കൊണ്ടുവരാം. രാവിലെ 5 മണിക്ക് വരണമായിരുന്നു. അവരെ കൊച്ചുപിള്ളേരെ അവിടെ നിരപ്പിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു 3 പേരും വന്ന് അവിടെ നീന്തലൊക്കെ പഠിച്ചു. പിന്നെ ഞാനിവിടെ വരുമ്പം ഈ നീന്തലിൻ്റെ സമയത്ത് ഒരുപാട് വണ്ടിയുണ്ട്. ഈ പേരൻസ് വരുന്ന ആരെല്ലാം കൂടെ അവിടെ ഒരു വലിയൊരു ഹാളുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുക, ഈ പിള്ളേർ നീന്തലിന്ന് കാണും പ്രോത്സാഹിപ്പിച്ച് തമ്മിൽ വർത്താനപ്പെടുന്നൊക്കെ. ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാൻ ഇഷ്ടമില്ല. ഞാൻ എന്ത് ചെയ്തു, അത് ആദ്യത്തെ തള്ളു കേട്ടോ. ഞാൻ ഒരു മാറ്റുമായിട്ട് പോകുന്നു. കിടന്ന് ഉറങ്ങാനല്ല, ഞാനവിടെ യോഗ ചെയ്തു. കാരണം ഞാൻ നേരത്തെ കേട്ട യോഗ പരിശീലിക്കുന്ന ആളാണ്. രാവിലെ 1 മണിക്കൂർ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനവിടെ യോഗ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും യോഗ. അപ്പോൾ ചില പേരൻസൊക്കെ എന്നെപ്പോലുള്ള സമ്പ്രദായക്കാരൊക്കെയാണല്ലോ പറ്റിരിക്കുന്നത്. ഒരാളിത് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആര് തമ്മിൽ എല്ലാവരും ഇവിടെ ടൗണിലെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്, SI-മാരൊക്കെ ഇരിപ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാണ് ഗമയ്ക്കായിരിക്കുന്നത്. എല്ലാവരും വെയിറ്റ് കൊടുക്കുന്നുണ്ട്. ആരും അങ്ങനെ അധികം വർത്താനം പറഞ്ഞത് പരിചയക്കാരൊന്നും. അതാണല്ലോ നമ്മുടെ ഒരു സ്വഭാവം. നമ്മളങ്ങ് വല്ലതും പറഞ്ഞു പോയാൽ നമ്മുടെ എന്തെങ്കിലും പോയെങ്കിലോ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടിയാലേ. അതിന് എക്സെപ്ഷൻ ആകട്ടോ നമ്മുടെ സിബിച്ചനച്ചൻ. എന്തായാലും അത് വളരെ നമ്മൾ എൻകറേജിങ് ആയിട്ട് നന്നായിട്ട് സംസാരിക്കണം. അത് വളരെ ആവശ്യമാണ്. നമ്മൾ അധ്യാപകരാണ്, നമ്മൾ സംസാരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ മടിയൊക്കെ മാറി മടുപ്പ് മാറി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ ഈ കോഴ്സ് 1 മന്തേ ഉള്ളൂ. അതിനുള്ള നീന്തൽ പരിശീലിച്ച് ചെന്ന് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ചാടിയില്ല, മോശമല്ലേ? എൻ്റെ ചെറുപ്പത്തിലെ നീന്തലുകാരനെ അങ്ങ് ഉണർന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് അവരുടെ സ്വിമ്മിങ് സൂട്ടൊക്കെ 100 രൂപ കൊടുത്ത് വാങ്ങിച്ച് ഞാനൊരു സ്വയം ചാടി. നല്ല അവിടെ ഡീപ്പുള്ള സ്ഥലമുണ്ട്. സാധാരണ ഇപ്പോൾ ഈ ലെവലിൽ തുടങ്ങി താഴേക്ക് വെള്ളത്തിൻ്റെ ലെവലിൽ കൂടി താഴോട്ട് അങ്ങ് ചെല്ലുന്നതോട് ഡീപ്പ് 14 അടി. പക്ഷേ അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അതിനകത്ത് എടുത്ത് ചാടി. ഞാൻ നീന്തലെല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോൾ ആ സ്വിമ്മിങ് ട്രെയിനർ എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ നീന്തിയ, സാറ് നീന്തലൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇങ്ങനെ നീന്തിയ സാറിന് ഒത്തിരി നേരം നീന്താൻ പറ്റില്ല. ഞാൻ കഴുത്ത് തല വീർത്തി പിടിച്ചു. നമ്മുടെ നാട്ടുപുറത്തെ നീന്തലല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് മടുക്കും. പക്ഷേ ശാസ്ത്രീയമായിട്ട് നീന്തൽ പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പഠിച്ചൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും വെള്ളത്തിലെടുത്തിട്ട് ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് കയറി വന്നപ്പം ഈ വാച്ച് ചെയ്തിട്ട് ഒരു അദ്ദേഹം ഞാനിപ്പോൾ എൻ്റെ ഒരു കൂടെ മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ ഒരു കസിനാണ് പിന്നെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഒരു ക്ഷയിക്കാൻ തന്നിട്ട് പറഞ്ഞു, ഞാൻ സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾക്കൊരു കൈയടിക്കാൻ പറ്റേ? ആ കൈയടിയാണെൻ്റെ ഊരിൽ കേട്ടോ. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. സാർ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് വാഴ ഒടിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് സാർ ഇവിടെ വന്ന് ഞങ്ങൾ ഇത്രയും പേരുണ്ട്, സാർ ഷൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഷൈൻ ചെയ്യാൻ ചാടിയതല്ല, എനിക്കൊരാഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങൾ അത് ഫേവറബിൾ ആണെങ്കിൽ അത് നമ്മൾ നിവൃത്തിയാകണം, അതിനൊരു അവസരം കിട്ടുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നു. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിന് പേരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആനിവേഴ്സറിക്ക് അച്ഛൻ വന്നപ്പം അച്ഛൻ നമ്പർ എന്തെങ്കിലും എൻ്റെ പോയി. ഞാൻ അച്ഛൻ നമ്പർ വിളിച്ചു, ഞാൻ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഈ സർക്കാർ സർവീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കൊക്കെ കുടിയേറുകയായി. ഞാൻ എവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ടൊക്കെ വിളിച്ചു. എനിക്ക് പോയി, ഇനി എവിടുത്തെ പോയി ഈ ടൈം 10 to 4 ഇരിക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ല. എന്നാൽ എനിക്ക് എൻ്റെ അറിവും അനുഭവവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അത് വളരണമെന്നും പഠിക്കണമെന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നും, അല്ലാതെ ഞാൻ രാവിലെ 7 മണി വരെ കിടന്നുറങ്ങുന്നില്ല. ഇപ്പോഴും 4:30 വരുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. അയ്യോ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇന്നലെ ഞാൻ വന്ന് കിടന്ന് 12 മണിക്ക്, എന്നിട്ട് ഞാൻ 4:30 തരാം. അതിരപ്പുഴ പെരുന്നാൾ ഒരിക്കലും കഴിഞ്ഞു പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മാറ്റമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ എൻ്റെ ഇത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് മേഖലയിലോട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് എടുത്തു. ട്രെയിനർമാരാകാനുള്ള ട്രെയിനിങ്, നമുക്കുള്ള അറിവ് അനുഭവം പിന്നെ അത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ക്ലാസ് എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും കോഴ്സ് പൂർത്തിയായി. കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുറേ ട്രെയിനിങ് എടുത്തെങ്കിലും അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് ട്രെയിനിങ്ങിന് എടുത്ത് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മുട്ടം പോളിടെക്നിക്കിൽ, അതുപോലെ ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ ഒക്കെ ഞാനിങ്ങനെ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ എടുത്തു. അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തിരിക്കുമ്പം സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാൻ ഇഷ്ടം BEd ട്രെയിനീസിനെ, TTCക്കാരെ, അധ്യാപകരാകുന്നവരെയാണ്. കാരണം അവർക്കാണ് നമ്മൾ ഈ കൊടുക്കുന്നത് കൊണ്ട് മറ്റേത് കയ്യിലിരിക്കുള്ളൂ. ഇത് അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറ്റം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചപ്പെട്ട് വരാനും കാരണം ആ കൈമാറ്റപ്പെട്ട് അത് വളരണമെങ്കിൽ അധ്യാപകരെ ചെയ്യണം. അതുകൊണ്ട് അധ്യാപകർക്ക് ട്രെയിനിങ് എടുക്കണം. അപ്പം നമ്മുടെ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പം സെൻറ്റ് പ്രൈമസി ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന 2 പേര് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ അവിടെ ഉള്ളപ്പോൾ ഞാൻ അവിടെ ദേശമായിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്ത് വന്ന് ഈ കുടമാളൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലെ CP കുടമാളൂർ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറൊക്കെ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. കഴിഞ്ഞ September 5-ന്. അപ്പോൾ ഞാൻ ട്രെയിനിങ് മേഖലയിലുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് ക്ലാസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഞാൻ അവർക്ക് September 5-ന് വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കും. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ഒരുപാട് റെസ്പോൺസ് എല്ലാം അയച്ചു തന്നു. അതിൽ എൻ്റെ ഇതിൽ അയച്ചു എഡിറ്റ് ചെയ്തു നല്ല ഗ്രാൻഡായിട്ട്. അപ്പോൾ എനിക്ക് ഒരു എനർജി ചൂടെ. അപ്പോൾ എനിക്ക് വന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് അധ്യാപകർക്കൊക്കെ പരിശീലനം കൊടുക്കണം. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും പോയി ക്ലാസ് എടുക്കുന്ന കാര്യമൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ സുഹൃത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മേഖലയൊക്കെ ഉണ്ട്. അച്ഛൻ അടുത്തതായി പറഞ്ഞു, അടുത്ത 26-ാം തീയതി സാറ് ഫ്രീ ആണ്, അങ്ങനെ പോരാൻ പറ്റും. വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ ചോദിച്ച് മനസ്സിലാക്കി. ഇന്നാ അതിൻ്റെ പ്രോഗ്രാം NSSൻ്റെ ക്യാമ്പാണെന്നും എല്ലാം മനസ്സിലാക്കി. അപ്പം ഇവിടെ വരുമ്പോൾ വിഷയം കേൾക്കാവോ? പരിസ്ഥിതിയാണ്. അപ്പം നമുക്കൊരു പരിസ്ഥിതിയുടെ ഒരു അച്ഛൻ വേസ്റ്റ് എന്നാന്ന് ചോദിച്ചായിരുന്നില്ലേ? എന്നാ വേസ്റ്റ് ആരും പറഞ്ഞില്ല. മാലിന്യമാണ്. മാലിന്യം എന്നായിരിക്കും വേസ്റ്റാണ്. എന്ത് കാര്യമില്ലല്ലോ. വേണ്ടാത്തൊരു സാധനം ഇല്ല കേട്ടോ. വേണ്ടാത്തത് yes 3 hours എടുത്താൽ മതി. 3 hours റീസൈക്കിള്, റീയൂസ്, അങ്ങനെ ചെയ്യുന്നത് മതി. അപ്പം മാലിന്യം ഒരു സാധനമില്ല. എവിടെയാണോ ഓരോ സാധനം, ഇപ്പം തേങ്ങ നിങ്ങൾ വെട്ടി കരിക്കൂ, അതിൻ്റെ അതുകൊണ്ട് ഇടേണ്ടടുത്ത് ഇട്ടാൽ അത് വളമായി, അത് മാലിന്യമല്ല. ഇപ്പം മാലിന്യ സംസ്കാരം. അപ്പം നമുക്ക് മാലിന്യത്തെക്കുറിച്ച് കുറച്ച് നോക്കിയിട്ട് പിന്നെ അധ്യാപന പരിശീലനത്തിനെ കുറിച്ച് കുറച്ച് നേരം പറഞ്ഞിട്ട് അത് എത്ര സമയം എനിക്ക് വരും? 5-6 മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന അവർക്ക് ഇഷ്ടമാണത്. പക്ഷെ നമ്മളിവിടെ നമ്മളിവിടെ പ്രവർത്തിക്കുകയാണ്.